പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയെയും കാണുകയില്ല. അവിടെയുള്ള ആരും കാണുകയില്ല. ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപ്തി സീതത്തോട് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ദീപ്തിയെ അറിയാമായിരിക്കും കുറേ പേർക്കൊക്കെ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പുള്ളിക്കാരത്തി ഒരു സോഷ്യൽ വർക്കർ എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും. സ്വാഗതം സീതത്തോട് ഗ്രാമപഞ്ചായത്ത്. പത്തനംതിട്ടയിലുള്ള ഒരു പഞ്ചായത്താണ്. അവിടെയുള്ള ആദിവാസികളുടെ ഒരു സഹായിയാണ്, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ഫിനാൻഷ്യലിയും സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ കൊടുത്ത് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ദീപ്തി. പുള്ളിക്കാരത്തി ഒരു 3 days മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആദിവാസികളെ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ കാറിൽ പോകുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, ഞങ്ങളുടെ യാത്ര മതിയാക്കി തിരിച്ചു വന്നു എന്ന്. അതിന്റെ കാരണം ഇവർ പറയുന്നില്ല. നെക്സ്റ്റ് ഡേ ഇവർ സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെയും പോകുന്നു. ഇവരുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. കയ്യിരുന്ന മാലയും അതുപോലെ തന്നെ വളയൊക്കെ എന്തൊക്കെയോ പണയം വെച്ചിട്ടാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെന്ന് സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നു. ഇവരുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളുകൾക്ക് എന്തോ ഒരു സംതിങ് ഒരു ഫീൽ അടിച്ചു. ആദ്യത്തെ യാത്രയിൽ സാധനങ്ങളുമായിട്ട് പോയിട്ട് എന്തുകൊണ്ട് ഇവർ തിരിച്ചു വന്നു എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉയർന്നു, കുറേ മെസ്സേജുകൾ ഇവർക്ക് വന്നു, കുറേ കമൻസ് വന്നു. സോ ഇതിനൊക്കെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ സത്യത്തിൽ ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഇവർ രണ്ടാമത്തെ ദിവസം ഈ ആദിവാസികളെ കാണാൻ പോകുന്ന സമയത്ത് 2 പ്രഗ്നൻസി കിറ്റുമായിട്ടാണ് പോകുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. പറയാൻ പോകുന്ന കാര്യത്തിന് എന്റെ കയ്യിൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. കടത്തിന്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇത് അറിയുന്നു, നമ്മൾ സ്തംഭിക്കുന്നു. പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല, എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല. ഇവർ ഈ വീഡിയോ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ ഈ പറയാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ഇവരുടെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ല. ഇവരോട് കൂറുള്ള കുറച്ച് സ്പൈ ആൾക്കാർ ഉണ്ട് ഈ ഒരു ട്രൈബിനകത്ത്. അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഇവരെ അറിയിക്കാനും ഇവർ സാധനങ്ങളും ഡ്രസ്സും അരിയൊക്കെ മേടിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ അത് മറിച്ച് വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർ തന്നെ ഇത് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ട് വിൽക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന കുറച്ച് സ്പൈ ആൾക്കാരെ അവിടെ ഇവരോട് കൂറുള്ള ആൾക്കാരെ അവരെ നിർത്തിയേക്കുന്നത്. അങ്ങനെ അവർ പറഞ്ഞറിഞ്ഞ കുറച്ച് ജെനുവിനായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇവരിപ്പോൾ ഈ പറയാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ, അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്. അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു. ഒരു തവണ വിളിച്ച് വാൺ ചെയ്തതാണ്, പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠിക്കാൻ പോകണം, കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ്. അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ, അറിയേണ്ടവരിനി അറിയാഞ്ഞിട്ടാണോ, അവരെ അറിയിക്കാഞ്ഞിട്ടാണോ, അതോ അവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവർ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് പോക്സോ കേസാണ്. പോരാത്തതിന് ഇവരൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ കേസിന്റെ ബലം കൂടും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോർമൽ ഒരു 10-16 വയസ്സുള്ള ഒരു പെൺകൊച്ചാണ് അവിടെ സ്വയം ഇഷ്ടപ്രകാരം അവിടെ ഒരു പുരുഷനുമായി പോയി ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഒരു ഗർഭിണിയാകുകയാണ് എങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യൂല. കാര്യം ഇപ്പോഴത്തെ 10-16 വയസ്സുള്ള പിള്ളേർക്ക് നല്ല വിവരമുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും എല്ലാം നല്ല വെടുപ്പായിട്ട് അറിയാം. ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ ഇൻഫർമേഷൻസ് ഇപ്പോൾ വരുന്ന പിള്ളേർക്ക് അറിയാം. പക്ഷെ ഇവിടെ ട്രൈബ്സ് ആണ്, ഇവർ ഇല്ലിറ്ററേറ്റ് ആണ്, ഇവർക്ക് കാര്യങ്ങളെ പറ്റി വലിയ ധാരണകളില്ല. ഇവരെ ഏത് രീതിയിൽ വേണമെങ്കിലും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും പുള്ളിക്കാരത്തി പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കാരണം ഇത് എങ്ങനെയും പുറത്ത് വരരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, അവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് എനിക്ക് ആദ്യം അതിന്റെ അച്ഛനും അമ്മയും എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ്, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയെയും കാണുകയില്ല. അവിടെയുള്ള ആരും കാണുകയില്ല, ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ. എന്തൊക്കെയാണ് കേൾക്കുന്നത്? നമുക്കൊന്നും കേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും സുഖ സൗകര്യങ്ങളായിട്ട് കഴിയുമ്പോൾ ഒരു പ്രഗ്നന്റ് ആയ ഒരു പെൺകൊച്ചിനെ കൊണ്ട് കാട്ടിലോട്ട് പോയിട്ട് അവിടെ വെച്ച് പ്രസവിച്ചിട്ട് ആ കുട്ടിയുമായിട്ട് തിരിച്ചു വന്നിട്ട് ആ കുട്ടി ആ പെൺകൊച്ചിന്റെ അമ്മയുടെ കുട്ടിയാണെന്ന് പറയേണ്ട ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇവർ ആരെയൊക്കെ ഭയന്ന് ആയിരിക്കും മേ ബി ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതാവാം. സോ ഇതൊന്നും പുറത്തോട്ട് വരുന്നില്ല. പ്രോപ്പറായിട്ടുള്ള സംവിധാനങ്ങളില്ല. അവരുമായിട്ട് പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഒരു വ്യക്തിയോ അങ്ങനെ ആരുമില്ല. ഇപ്പോൾ ഈ ദീപ്തി എന്ന് പറയുന്ന ഇവരുണ്ടായതിൻ്റെ പേര് മാത്രമാണ് ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ നമ്മളെല്ലാം അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതും കുറേ കേസുകളുടെ ഇടയിൽ പുറം ലോകം അറിയാതെ പോകുന്ന ഒരു കേസായിട്ട് മാറിയേനെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. നിങ്ങളപ്പോൾ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് വാങ്ങിക്കുന്നത് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു,
ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി കൊച്ചിനെന്നെ പറഞ്ഞു, കൊച്ചു ഇറങ്ങി വരില്ല, എന്ത് ചെയ്താ ആദ്യം തലവേദനയാന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ മുന്നിൽ വരത്തില്ല പറഞ്ഞു. കൃത്യമായിട്ട് ആ പെങ്കൊച്ചിന് ഇതാരാണോ ചെയ്തത് അവർ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദീപ്തി തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, തോളെ കൈയിട്ട് നടന്ന് അത്രയും കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകൊച്ചിന് ഇവരെ കാണണ്ട എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യം അതിന്റെ അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ആദ്യം പറഞ്ഞ എന്താണെന്നറിയാമോ, എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു കൊച്ചിന് 18 വയസ്സുണ്ട്, കല്യാണപ്രായം ആയതാ, എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാ. അപ്പം ഞാൻ ചാടിക്കേറി എതിർത്തില്ല, അയ്യോ കല്യാണപ്രായം ആയില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ. ഞാൻ ഒന്നും ദേഷ്യം പിടിക്കുക ഒന്നും ചെയ്യില്ല, കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ, പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മൂത്രത്തിൽ പഴുപ്പ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ്, ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു, ആരും അടുത്തടുക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എന്നോട് അച്ഛനോട് സംസാരിച്ചില്ല, അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി അത് ചെയ്ത് നോക്കിയോ, അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയോ, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അതിന് മുന്നേ അറിഞ്ഞു ഞാൻ അവിടെ എത്തി എന്നുള്ള കാര്യം, അത് കൊച്ചു മുങ്ങി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാര്യം അവർക്കറിയാം, ഇത് കേസാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേസാകുന്നവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ട ഉടനെ കൊച്ചിന് 18 വയസ്സായി എന്നുള്ള കാര്യം കൂടെ പറയേണ്ട കാര്യമില്ല. എനിക്കിത് എവിടെ ആരെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് വളരെ കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് ചാടിക്കേറി ഇപ്പം ഏതെങ്കിലും ഒരു അതോറിറ്റിയെ അറിയിക്കാൻ പറ്റത്തില്ല, ഇന്ന പോലെ ഉണ്ട്. കാരണം എൻ്റെ യാതൊരു തെളിവുമില്ല. ഒന്നാമത്തെ കാര്യം, ഇത് തൊട്ടാ പൊള്ളുന്ന കേസാണ്. സാധാരണ ഒരു കേസ് പോലല്ല ഇത്. അവർക്കും ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുകയായിരിക്കും. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. സോ അതുകൊണ്ടാണ് അവർ മാക്സിമം ഈ ഒരു സാധനം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. ആർക്കുണ്ടെങ്കിലും സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കാം. ഇവരുടെ കൈ പ്രോപ്പർ തെളിവും കാര്യങ്ങളൊന്നും ഇല്ല. അന്നേരം ഇവർക്ക് പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാനും പറ്റില്ല. അന്നേരം ഇത് പ്രോപ്പറായിട്ട് അന്വേഷിച്ച് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിൽ ഒരു പോക്സോ കേസും വരും. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട് 1989 ആ ഒരു സാധനം കൂടെ അവന്റെ അണ്ണാക്കിൽ അടിച്ച് കിട്ടും. പിന്നെ അവൻ ജന്മത്ത് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ സാധാരണ കേസിന് ചിലപ്പം ഒരു ജീവപര്യന്തം ഒക്കെയാണ് വരുന്നതെങ്കിൽ ഇതിന് ട്രിപ്പിൾ ഒക്കെ ആയിരിക്കും ജീവപര്യന്തം വരുന്നത്. ഫൈനും കൂടുതലായിരിക്കും, പണിഷ്മെന്റിന്റെ ഇന്റൻസിറ്റി കൂടും. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ. ഇവർ ഈ വീഡിയോക്കകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വെട്ടി തുറന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ പറയുന്നത് കേട്ടു നോക്ക്. എനിക്കറിയാവുന്ന അതുമായി റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ എളുപ്പമാണ്, പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരെ പറ്റിക്കാൻ എളുപ്പം. മാത്രമല്ല കുറച്ച് നാളായിട്ട് അവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കാട് കളയലോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ താഴേക്ക് ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്ന, ഇപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷേ എനിക്കത് പറയാൻ പറ്റത്തില്ല. എനിക്കതിന് പറ്റിയ ആൾക്കാരോടെ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ചാടിക്കയറി പോയിട്ടൊരു പരാതിയായിട്ട് വല്ലതും കൊടുത്താൽ ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഉത്തരവില്ല. ഞാൻ അവരുടെ ആരാ, ഞാൻ എന്തിനാ, എൻ്റെ എന്ത് തെളിവാ ഉള്ളത്, ഇതൊക്കെ ഉള്ള. ഈ ഒരു വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലായത് എന്തായാലും അവിടെ ഉള്ള ഒരു വ്യക്തി അല്ല ഇത് ചെയ്തേക്കുന്നത്. പുറത്തുനിന്ന് വന്ന ഏതോ ഒരുത്തം പണി പറ്റിച്ചിട്ട് പോയതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ വണ്ടിയും വലിയ കാറും ഒക്കെ കാണുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര അത്ഭുതം പോലാണ്. കാര്യം ഇവർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല, അതിനകത്ത് കയറാനൊരു സാഹചര്യം ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് കാറിനകത്തോട്ട് കയറണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കയറിയേക്കാൻ ഇരിക്കും. ഈവൻ ആ കാറുമായിട്ട് ഏതെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് ഇതിനെ വല്ലതൊക്കെ ചെയ്തിട്ട് അവൻ അവന്റെ പാട് നോക്കി. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഇവർക്കാണ് ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയത്തില്ല. നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ഫണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഇവരുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടൊന്നും പ്രോപ്പറായിട്ട് ഇവിടെ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇവർ സ്റ്റിൽ ഇങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ആ ഒരു കൾച്ചർ വിട്ടുപോകാൻ ഇവർക്കൊട്ടും താല്പര്യമില്ല. ഇവർ ആ ഒരു ചുറ്റുപാടുമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. എങ്കിൽ പിന്നെ ഗവൺമെന്റിന് ഈ ഫണ്ട് ഉപയോഗിച്ച് ആ ഒരു ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം ആഹാര സാധനങ്ങളും ഒക്കെ കൊടുക്കാം. അതും ചെയ്യുന്നില്ല. ഈ ഫണ്ടൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. മൊത്തം കൈയിട്ടുവാരാണ്. ഇവർക്ക് വരുന്ന ഫണ്ട് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു ഫണ്ടാണ്. അതിനകത്ത് മൊത്തം കൈയിട്ടുവാരാണ്. അപ്പൊ എനിക്കിനകത്ത് മനസ്സിലായത് പുറത്തുനിന്ന് ഏതോ ഒരുത്തിന് അവർ പറയുന്നുണ്ടല്ലോ ലൈൻ കമ്പിക്കകത്ത് സാധനം വെട്ടാനോ ലോറിക്കാരൊക്കെ വരും. അവന്മാർ വന്ന് കണ്ണും കാലവും കാണിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അവർ ഒരു പ്രണയം സ്ഥാപിക്കുകയും പരിപാടി നടത്തിയിട്ട് അവൻ്റെ മൂട്ടിലെ പൊടിയും തട്ടി എണീറ്റ് വേറെ പണിക്ക് നോക്കി പോകും. അപ്പോൾ ഈ ഒരു കേസ് എന്ത് തന്നെ ആണെങ്കിലും പ്രോപ്പറായിട്ടൊരു അന്വേഷണം വേണം.
അന്വേഷണം നടത്തിയിട്ട് അത് ചെയ്ത ആരാണെങ്കിലും അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവനൊക്കെ തോന്നുന്ന പോലെ പോയി ഇങ്ങനെ ചവിട്ടി മെതിച്ചിട്ട് വരാൻ ഇവന്റെയൊക്കെ തന്തമാർക്ക് സ്ത്രീധനം കിട്ടിയ വകുപ്പൊന്നും അല്ല ഈ പറയുന്ന ആദിവാസികളും അവരുടെ കാടുമൊക്കെ. എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു ധാരണ ചില അവന്മാർക്കെങ്കിലും ഉണ്ട്. അതൊക്കെ മാറ്റണമെങ്കിൽ ഇങ്ങനെയുള്ള കേസിന് പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ ഇത് കണ്ടുപിടിച്ച് ഏതവനാണോ അവന്റെ അണ്ണാക്കി തന്നെ കൊടുക്കണം. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത്? കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഒരു കാര്യം പറയണം ഗൈസ്, നമ്മളിപ്പോൾ കുറെ കാലമായിട്ട് ഇപ്പോൾ സീരിയസ് ടോപ്പിക്സ് ആണ് ചെയ്യുന്നത്. സീരിയസ് ടോപ്പിക്ക് ചെയ്ത് ഞാനും ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം കോമഡി ഫണ്ണായിട്ടുള്ള ട്രോൾ വീഡിയോസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അയച്ചാൽ ഇൻസ്റ്റാഗ്രാം പേജ് അറിയാം, ലൈഫ് ഓഫ് എന്ന് അടിച്ചാൽ ഇൻസ്റ്റാഗ്രാം കിട്ടും. സോ അയച്ചു തന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫണ്ണൊക്കെ വേണ്ടേ, എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് നിന്നാൽ ഇങ്ങനെ ശരിയാവണേ. സോ ഞാനും അടുത്ത് തുടങ്ങി. അപ്പം ശരിയെങ്കിൽ ബൈ.